ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ക്യാരറ്റുകൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര പുറമോട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഭയങ്കര റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ അലുവ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് റെഫർ ചെയ്തിട്ടാണ് ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിലൂടെ കണ്ടറിയാം എൻ്റെ റെസിപ്പി ഈ അലുവ ഫ്ലാപ്പാവോ അത് സക്സസ് ആവോ എന്നുള്ളത്. എന്തായാലും സക്സസ് ആവോ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. എന്തായാലും സക്സസ് ആയാൽ മതി. അപ്പം നമുക്ക് അധികം വയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അലുവ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് 4 ക്യാരറ്റ് വേണം, പിന്നെ കുറച്ച് നെയ്യ് നമുക്ക് വേണം, പിന്നെ നമുക്ക് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട്സ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ പച്ചപ്പാൽ എടുക്കൽ, തിളപ്പിച്ചതിന് ശേഷം പാൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ് ഹലുവയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമുക്ക് അലുവ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വാട്ടാനായിട്ട് നമ്മൾ ഈ ഒരു പാൻ എടുക്കണം. പാൻ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് പാൻ ഒന്ന് ചൂടായി വന്നിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഇത്രയും നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിനി ക്യാരറ്റ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു തവി വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പൊ ഞാനിവിടെ പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാനിവിടെ തിളപ്പിച്ച പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പാൽ ആഡ് ചെയ്ത് ഞാനിവിടെ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ നമുക്കൊരു പാത്രത്തിൽ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഇതൊന്ന് തുറക്കാം. തുറന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അപ്പം നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ്. അപ്പൊ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ അലുവ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.